സ്റ്റെഫിൻ, അത് തന്നെയാണ്. അതായത് ഇനിയിപ്പോൾ ഏത് തരത്തിലായിരിക്കും CPM-ൽ തന്നെ നിലവിൽ കണ്ണൂരിൽ ഒരു ലോബി, കണ്ണൂരിൽ ഒരു ലോബി അല്ല ഉള്ളതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ആ തരത്തിലുള്ള ചില നീക്കങ്ങളാണ് ഈ നടക്കുന്നത്. അൻവർ ഒറ്റയ്ക്കല്ല, അൻവറിന് പുറകിൽ CPM-ൽ തന്നെയുള്ള ആളുകളുണ്ട്. അല്ലെങ്കിൽ അൻവർ തന്നെ പറയുന്നു ഇത് സഖാക്കളുടെ ആകെ വികാരമാണ്. അങ്ങനെ പലതരത്തിൽ CPM-നുള്ളിൽ നിന്ന് തന്നെ CPM-നെതിരായിട്ടുള്ള വിമർശനം ഉണ്ടാകുന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ ആ തരത്തിലുള്ള നീക്കങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ആര് മറുപടി പറയും, ആര് മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കും? CPM-ൽ ഈ വിഷയത്തിൽ വലിയൊരു ചർച്ചയിലേക്ക് അല്ലെങ്കിൽ പ്രതിരോധത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഇടതുമുന്നണിയിൽ മാത്രമല്ലല്ലോ, CPM-നകത്തൊരു ആഭ്യന്തര പ്രശ്നമായി ഇത് മാറുന്നുണ്ട്, പരസ്യമായിട്ടല്ലെങ്കിലും രഹസ്യമായെങ്കിലും. അക്ഷയ, തീർച്ചയായിട്ടും CPM-നകത്ത് വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. ഏതായാലും PV അൻവർ കൊളുത്തിവിട്ട ഈ ആരോപണങ്ങളെല്ലാം തന്നെ. കാരണം ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് പ്രാഥമികമായി ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്. ഏതാണ്ട് 36,000-ഓളം ബ്രാഞ്ചുകളിൽ സമ്മേളനം പുരോഗമിക്കുമ്പോൾ പല ബ്രാഞ്ചുകളിലും ഏറ്റവും താഴെത്തട്ടിൽ ഉള്ള വികാരവും ഇത്തരത്തിൽ പലതരത്തിൽ CPM അല്ലെങ്കിൽ സർക്കാർ പ്രതിരോധത്തിലായതിനെതിരെയുള്ള വലിയ ചർച്ചകൾ അവിടെ മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇനി വരുന്ന ഏരിയ സമ്മേളനമായിക്കോട്ടെ, ലോക്കൽ സമ്മേളനം അല്ലെങ്കിൽ ജില്ലാ സമ്മേളനത്തിലൊക്കെ തന്നെ ഈ വിഷയം ഏതായാലും ആളിപ്പടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്തെങ്കിലും ഈ കാര്യം കൃത്യമായി ബോധിപ്പിച്ചുകൊണ്ട് തന്നെ നേതൃത്വത്തിന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ എന്താണ് പാർട്ടിയുടെ ഒരു ഔദ്യോഗികമായ നിലപാട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്നുകിൽ ഇത് PV അൻവർ ഉന്നയിക്കുന്ന ഈ ആരോപണം അത് ഏതെങ്കിലും തരത്തിൽ ഒരു സമവായത്തിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം PV അൻവർ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം ആദ്യം അദ്ദേഹം ആളിക്കത്തി ഈ കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അത് പറഞ്ഞില്ല. പിന്നീടുണ്ടായ ഒരു അനുമാനം എന്നുള്ളത് പാർട്ടി നേതൃത്വത്തിന്റെ ഒരു കൃത്യമായ അറിവ് ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ PV അൻവറിന്റെ പുറത്ത് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈ ഘട്ടത്തിൽ. കാരണം ഇത്രയുമധികം ആയിട്ടും അദ്ദേഹം ആ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. MR രാജ്കുമാറിനെ മാറ്റണം, അല്ലെങ്കിൽ P ശശിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ഇപ്പോഴും ഒളിയമ്പുകൾ ഇട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഓരോ വാർത്താ സമ്മേളനങ്ങളും പുരോഗമിക്കുന്നത്, നടക്കുന്നത്. അതുതന്നെയാണ് ഏറെ ഇപ്പോൾ പാർട്ടിയെയും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇനി ഏത് നിലപാട് ഈ പാർട്ടി ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് എടുക്കും? പ്രത്യേകിച്ചും ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ, സംസ്ഥാന സമ്മേളനങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടിക്കകത്ത് P ശശിക്കെതിരായിട്ടുള്ള ഒരു വലിയ വികാരമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പാർട്ടി നടപടി നേരിട്ട് 2011 കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പുറത്തു നിന്ന P ശശിയെ അതിലും ഇരട്ടി സ്ഥാനങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ കണ്ടു മലപ്പുറത്ത് പോലീസ് തലപ്പത്താകെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്തുകയും അഴിച്ചുപണി നടത്തുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടു. അത് ഇടതുമുന്നണി യോഗത്തിന് മുൻപായിട്ട് എടുത്തിട്ടുള്ള ഒരു മുൻകരുതൽ നടപടി എന്ന് വേണമെങ്കിൽ കൂടി നമുക്ക് അതിനെ കൂട്ടിച്ചേർത്ത് വായിക്കാനാവുന്നതാണ്. ആ നടപടി അതുകൊണ്ട് പ്രതിരോധിക്കാം അല്ലെങ്കിൽ അതുകൊണ്ട് തീർക്കാം എന്ന തരത്തിൽ CPM-ഓ സർക്കാരോ കരുതിയിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനെ ഏത് തരത്തിലാണ് മുന്നണി യോഗം നോക്കിക്കാണുന്നത്? അതിലെന്താണ് പ്രതികരണങ്ങൾ വരുന്നത് ഘടകകക്ഷികളിൽ നിന്നൊക്കെ? ഏതായാലും ഏറ്റവും പ്രധാനം MR രാജ്കുമാറിനും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയുള്ള P ശശിക്കുമെതിരായിട്ടുള്ള ആരോപണങ്ങളാണ് PV അൻവർ ഉന്നയിച്ചതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളതാണ് നമ്മൾ എടുത്തു കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ ആരോപണങ്ങളിൽപ്പെട്ട ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ആ പദവികളിൽ തുടരുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പാർട്ടിക്കോ മുന്നണിക്കോ ഒന്നും തന്നെ ഇതുവരെ എത്തിച്ചേരുന്നതിന് കഴിഞ്ഞിട്ടില്ല. കാരണം PV അൻവർ പ്രധാനമായും ഉന്നയിച്ച 3 പേർ, അതായത് ഒന്ന് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ആണ്, ADGP MR രാജ്കുമാർ, 3 P ശശി. ഈ സുജിത് ദാസിനെ അന്വേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ MR രാജ്കുമാറിനെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. പല തരത്തിലുള്ള ആക്ഷേപങ്ങൾ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ മുന്നണിക്കകത്തു നിന്നും അദ്ദേഹത്തിന് ഇപ്പോഴും ക്രമസമാധാന ചുമതല വഹിക്കുന്നു എന്ന കാര്യത്തിൽ ഉന്നയിച്ചിരുന്നു. ആ കാര്യത്തിലൊന്നും തന്നെ സർക്കാരിനോ പാർട്ടിക്കോ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശി ഏതെങ്കിലും തരത്തിൽ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തുന്ന കാര്യത്തിലൊന്നും തന്നെ തീരുമാനമായിട്ടില്ല. പക്ഷേ ഇപ്പോഴും എന്തായാലും ഏത് തരത്തിലുള്ള നിലപാടുകൾ, തീരുമാനങ്ങളാണ് ഇനി CPM-ന്റെ ഭാഗത്ത് ഉണ്ടാവുക എന്ന് കൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇടതുമുന്നണി യോഗത്തിൽ ഘടകകക്ഷികൾ കൂടി ഇത്തരത്തിലുള്ളൊരു പ്രതിരോധം തീർക്കുമ്പോൾ ഇവിടെ പ്രതിരോധം കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് സർക്കാരിനെതിരെ പ്രതിരോധം തീർക്കുന്ന മറ്റാരുമല്ല, മുന്നണിയിൽ തന്നെയാണ് അതൃപ്തി ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഏതു തരത്തിലുള്ള നടപടിയിലേക്കാണ് ഇനി പാർട്ടി കടക്കുക എന്നറിയേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ P ശശിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ? ADGP
അജിത് കുമാറിനെതിരെ സ്വീകരിക്കാൻ പോകുന്ന നടപടി എന്താകും? ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയരുന്ന വലിയ തോതിലുള്ള വിമർശനം, അതിന് ഏതു തരത്തിൽ മറുപടി പറഞ്ഞ് പ്രതിരോധിക്കാനാകും CPM-ന് എന്നിങ്ങനെ നിരവധിയാമിതം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകി ഒരുമിപ്പിച്ച് എങ്ങനെ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകും CPM എന്ന പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടിയിരിക്കുന്നത്.